നമസ്തേ. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ വിജയരഹസ്യമാണ് ഇന്ന് ജ്യോതിർഗമയ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേൾക്കുമ്പോൾ വിചിത്രമെന്നോ വിരോധാഭാസമെന്നോ തോന്നാവുന്ന ഒരു വലിയ വിജയരഹസ്യം. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ആദ്യം ഒരു വിഡ്ഢിയാകണം. ഈ വലിയ വിജയരഹസ്യം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി മനസ്സിലാകുന്നതിനായി ഞാൻ നിങ്ങളെ ആദ്യം നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് കൊണ്ടുപോകാം. നിങ്ങളുടെ ആ കുട്ടി സെൽഫിനെ നിങ്ങൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി കൊണ്ടുവരാം. 6 7 പഠിക്കുന്ന ആ കുട്ടി സെൽഫിനെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ കുട്ടിയുടെ സ്വപ്നങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ദൂരമുണ്ടായിരുന്നുവെന്ന് അവിടെ നിങ്ങൾ മനസ്സിലാക്കും. പൈലറ്റ് ആകാൻ ആഗ്രഹമുണ്ടായിരുന്ന, ഒരു ഫിലിം ഡയറക്ടറാകാൻ ആഗ്രഹമുണ്ടായിരുന്ന, ലോകം കീഴടക്കുന്ന ഒരു എക്സ്പ്ലോറർ ആകാൻ ആഗ്രഹമുണ്ടായിരുന്ന, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന, ഒരു വലിയ സയൻറ്റിസ്റ്റായി ലോകത്തിന് സംഭാവന നൽകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയെ നിങ്ങൾ അവിടെ കാണാം. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഈ കുട്ടിയെ നഷ്ടപ്പെട്ടത്? എവിടെ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭയത്തെ അടുപ്പിച്ച് നിർത്തി തുടങ്ങിയത്? എവിടെ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ ഭയത്തിൻ്റെ ഭാരം അമർത്തി വെച്ചു തുടങ്ങിയത്? ഇവിടെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന വിജയരഹസ്യത്തിൻ്റെ പ്രാധാന്യം. വിഡ്ഢിയാവുക എന്ന് പറയുമ്പോൾ ഒന്നിനെക്കുറിച്ചും അറിവില്ലാതിരിക്കുന്ന അവസ്ഥയെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് ലോകം നിങ്ങളോട് പറയുന്ന യാഥാർത്ഥ്യത്തെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നിങ്ങൾക്കുള്ളിലുള്ള ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. എത്ര ശ്രമത്തിനൊടുവിലാണ് തോമസ് ആൽവ എഡിസൺ ഒരു ഫിലമെന്റ് ബൾബ് കണ്ടുപിടിക്കുന്നത്? 1000-നും 10,000-നും ഇടയിൽ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഓരോ ശ്രമവും അടുത്ത ശ്രമത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുക മാത്രമാണ് ഉണ്ടായത്. ആ ശ്രമങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യർ അദ്ദേഹത്തോട് എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിനക്കിതൊക്കെ നിർത്താൻ സമയമായില്ലേടോ എന്ന് എത്ര പേർ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ മതിയാക്കി എവിടെയെങ്കിലും ഒരു ക്ലാർക്കായി ജോലി ചെയ്താൽ പോരെ നിനക്കെന്ന് അവർ ചോദിച്ചിട്ടുണ്ടാവില്ലേ? എന്തിനാണ് ഈ സമയം മുഴുവൻ നീ പാഴാക്കി കളയുന്നത്? എവിടെയെങ്കിലും 10 കാശ് കിട്ടുന്നിടത്ത് ജോലിക്ക് പോയി നിനക്ക് സുഖമായി ജീവിച്ചു കൂടെ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടാവില്ലേ? പക്ഷേ ചരിത്രത്തിൻ്റെ താളുകളിൽ അത്തരം ഇൻസൾട്ടിങ് മൈക്രോ കോൺവെർസേഷൻസ് ഇന്ന് നിങ്ങൾ കാണില്ല. കാരണം അതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു വലിയ വിജയം എഡിസൺ നേടിയെടുത്തു എന്നതുകൊണ്ടാണ്. എന്ന് വെച്ച് ഇത്തരം മൈക്രോ കോൺവെർസേഷൻസ് അദ്ദേഹത്തിനുണ്ടാക്കിയ വേദനകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നിരിക്കണം. എന്നാൽ ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് ലോകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മറ്റു പലരുടെയും ജീവിതങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ എനിക്കിതിന് കഴിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ ഭയത്തിൻ്റെ ഒരു വലിയ കുമിളയ്ക്കുള്ളിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചു വെച്ചു അല്ലേ? ഇത് തന്നെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിച്ച ആ പഴയ കുട്ടിയിൽ നിന്ന്, ധൈര്യമുള്ള, സ്വപ്നം കാണാൻ ഒരു പരിധിയും വെക്കാത്ത ആ കുട്ടിയിൽ നിന്ന് ഇന്ന് എവിടെയോ ഒതുങ്ങിപ്പോയ ഒരാളിലേക്ക് നിങ്ങളെ മാറ്റിമറിച്ച ആ ഘടകം ഭയമല്ലാതെ മറ്റെന്താണ്? ആ ഭയം എന്നത് വിഡ്ഢിയാകാനുള്ള നിങ്ങളുടെ ഭയം തന്നെയല്ലേ? എഡിസനെ പോലെ ലോകം നിങ്ങളെ വിഡ്ഢി എന്ന മുദ്ര കുത്തുന്ന സമയത്തും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നിങ്ങൾ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെ എത്തുമായിരുന്നു? ലോകം നിങ്ങളെ വിഡ്ഢി എന്ന മുദ്ര കുത്തുന്ന സമയത്തും ഉള്ളിൽ ഉറച്ച ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആ കുട്ടി ആഗ്രഹിച്ചതുപോലെ സ്വപ്നങ്ങളുടെ ചിറകുകളിൽ പറക്കുകയായിരുന്നില്ലേ? നിങ്ങൾ വിജയം കൈവരിക്കാൻ ഉറച്ച ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളോട് ജ്യോതിർഗമയ പറയുന്നത് ഇത് തന്നെയാണ്: വിഡ്ഢിയാവുക. നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ പ്രയത്നത്തെ ലോകം മുഴുവൻ വിഡ്ഢിത്തമെന്ന മുദ്ര കുത്തുമ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ്. ലോകം നിങ്ങളോട് പറയും, ഇതിലും എളുപ്പമായ എത്രയോ പണസമ്പാദന മാർഗങ്ങളുണ്ട്.
ഇതിലും എളുപ്പമായ എത്രയോ സ്റ്റാറ്റസ് സമ്പാദന മാർഗങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് ഈ വിഡ്ഢിത്തത്തിൽ തുടരുന്നത്? ഇതുവരെ ആരും ചെയ്യാത്ത ഈ മണ്ടത്തരത്തിൽ എന്തിനു നീ നിന്റെ സമയം കളയുന്നു? പക്ഷെ അവിടെയാണ് നിങ്ങൾ ഈ കാര്യം ഓർമ്മിക്കേണ്ടത്. ഒരു ജീനിയസും അല്ലെങ്കിൽ ഒരു വലിയ ഗവേഷകനും എല്ലാവരും ചെയ്യുന്നതല്ല ചെയ്യുന്നത്. അതുതന്നെയാണ് അവരെ വ്യത്യസ്തനാക്കുന്നത്. എഡിസന്റെ കാര്യം തന്നെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. എഡിസൺ ആ ബൾബിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലികരായ എത്ര പേർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത്തരം ആവറേജ് ആളുകളെ സംബന്ധിച്ചാണ് ആ വലിയ ഐഡിയ ഒരു മണ്ടത്തരമായി തോന്നുന്നത്. അതെ, നിങ്ങൾ ഒരു വിജയിയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആവറേജ് ആളുകൾക്ക് എപ്പോഴും ഒരു വിഡ്ഢിത്തമായി തോന്നും. അതെ, വിജയികളുടെ വിജയം ഘോഷിക്കപ്പെടുന്നത് വിജയത്തിലേക്കുള്ള പ്രയത്നത്തിൻ്റെ സമയത്തല്ല, മറിച്ച് ആ വിജയം നേടിയതിനു ശേഷമുള്ള കാലഘട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കാൻ ഉറച്ച തീരുമാനമെടുക്കുന്ന ഒരാളാണെങ്കിൽ ഇക്കാര്യം മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ തീരുമാനത്തെ വിഡ്ഢിത്തമെന്ന് പറഞ്ഞ് വില കുറച്ച് കാണുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ മുൻപിലുണ്ടാവുക. അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എത്ര പേർ നിങ്ങളുടെ തീരുമാനത്തെ വിഡ്ഢിത്തമെന്ന് പറഞ്ഞാലും അതിൽ തന്നെ തുടരുക. ആവറേജ് ആളുകളുടെ കണ്ണിലെ വിഡ്ഢിത്തമാണ് വിജയുടെ കണ്ണിലെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ജ്യോതിർഗമയ നിങ്ങൾക്ക് മുൻപിൽ ഒരു വെല്ലുവിളി വയ്ക്കുകയാണ്. എന്തായിരുന്നു 6ലോ 7ലോ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സ്വപ്നം? നിങ്ങളുടെ കുട്ടി സെൽഫിൻ്റെ ആ വലിയ സ്വപ്നം. ഇന്ന് നിങ്ങൾക്കുള്ള അറിവും കഴിവും ജീവിതാനുഭവങ്ങളും എല്ലാം കണക്കിലെടുത്ത് ആ കുട്ടിയുടെ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ ആ വിഡ്ഢി സ്വപ്നത്തെ പിന്തുടരാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണോ?